ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് പുണ്യഭൂമിയായ വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അതിദാരുണമായ സംഭവം. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന നടക്കുന്നതിനിടെ ആരാധനാലയത്തിന്റെ അൾത്താരയിൽ കയറി യുവാവ് പരസ്യമായി മൂത്രമൊഴിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഇതോടെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വിശ്വാസികളെയും സന്ദർശകരെയും ഒരുപോലെ ഞെട്ടിച്ചു ഈ സംഭവം. പുണ്യസ്ഥലത്തിന്റെ വിശുദ്ധിക്ക് കളങ്കമേൽപ്പിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യുവാവ് അൾത്താരയുടെ പടികൾ കയറിയാണ് ഈ നിന്ദ്യമായ പ്രവൃത്തി ചെയ്തത്. ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വത്തിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യുവാവിനെ അറസ്റ്റ് ചെയ്യുകയോ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഇയാളെ ഉടൻ തന്നെ പിടികൂടി പുറത്തേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം സംബന്ധിച്ച് മാർപ്പാപ്പയ്ക്കും വിവരങ്ങൾ കൈമാറിയതായും അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞ് അതീവ ഞെട്ടൽ രേഖപ്പെടുത്തിയതായും ഇറ്റാലിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ വത്തിക്കാൻ അധികൃതർ ഔദ്യോഗികമായി ഇതുവരെ ഈയൊരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നിരവധി സംഭവങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഇത്തരം സംഭവങ്ങൾ ഇതാദ്യമായിട്ടല്ല നടക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരാളാണെന്ന് സംശയിക്കുന്ന യുവാവ് അൾത്താരയിൽ കയറി അവിടുത്തെ 6 മെഴുകുതിരിക്കാലുകൾ വലിച്ചെറിഞ്ഞ് ആരാധനാലയത്തെ അശുദ്ധമാക്കുകയായിരുന്നു. അന്ന് വത്തിക്കാന്റെ വക്താവായിരുന്ന മാറ്റിയോ ബ്രൂണി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതുപോലെ 2023 ജൂണിൽ ബസിലിക്ക അടയ്ക്കാനൊരുങ്ങുന്ന വേളയിൽ ഒരു പോളിഷ് പൗരൻ നഗ്നനായി അൾത്താരയിൽ കയറി നിന്ന് യുക്രൈനിലെ കുട്ടികളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇത്തരം സംഭവങ്ങൾ പുണ്യസ്ഥലത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെയും വിശ്വാസികളുടെ ഭക്തിയെയും ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുകയായിരുന്നു. എന്തായാലും ഈ ഒരു പുതിയ സംഭവം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ഏറെ വേദനയുളവാക്കുന്നതാണ്. പരിശുദ്ധമായ ആരാധനാലയങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ സംവാദങ്ങൾക്ക് ഇത് വഴിവെച്ചേക്കാം. കൂടാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണെന്നുള്ള വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുണ്ടായ ഈ ഒരു സംഭവത്തിൽ വത്തിക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഔദ്യോഗിക വിശദീകരണം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന വിശ്വാസികളെയും സന്ദർശകരെയും ഒരുപോലെ ഞെട്ടിക്കുകയായിരുന്നു ഈ ഒരു വിഷയം. ഇയാളെ പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. അതേസമയം യുവാവിനെ അറസ്റ്റ് ചെയ്തോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അധികൃതരും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല.